ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് ഇനി ചുരുങ്ങിയ ദിവസം മാത്രമാണ് ബാക്കി. ചോദ്യമുണ്ട്, എത്ര ദിവസം? ഗൈസ്, 84 ഡേയ്സ് ആണ് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ബാക്കിയുള്ളത്. ദി ലാസ്റ്റ് 84 ഡേയ്സ്. ഫെബ്രുവരി 17 മാത്സ് എക്സാം വെച്ച് നമ്മുടെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ആരംഭിക്കും. 84 ദിവസം, ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയുണ്ട്. സയൻസിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ദെൻ കൊലകൊമ്പൻ മാത്സ്. ഒരിക്കലും പഠിച്ചാൽ തീരാത്ത SS. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. പക്ഷേ ചുരുങ്ങിയ സമയം മാത്രം. ചാപ്റ്ററിന്റെ എണ്ണം നോക്കുമ്പോൾ നമ്മൾക്ക് ഏകദേശം 13 പാഠമാണ് സയൻസിൽ, 14 പാഠമാണ് നമ്മൾക്ക് മാത്സിൽ ആൻഡ് 20 പാഠമാണ് നമുക്ക് SS ൽ. മൊത്തമായിട്ട് പറയുമ്പോൾ നമ്മൾക്കുള്ള പാഠത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 47. ഗൈസ്, നമ്മൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ 2 ദിവസം പോലുമില്ല. അതാണ് റിയാലിറ്റി. ദാറ്റ്സ് ദി റിയാലിറ്റി റൈറ്റ് നൗ. പക്ഷെ എങ്ങനെ പഠിക്കണം? നിങ്ങൾ ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കാണാൻ 84 ഡേയ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് എഫക്റ്റീവായി യൂസ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും. 84 ഡേയ്സ് കഴിയുമ്പോൾ ഗൈസ്, ട്രസ്റ്റ് ദി പ്ലാൻ, ട്രസ്റ്റ് ദി പ്രോസസ്. ഈ കാണുന്ന 84 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ വിഷയത്തിലെയും എല്ലാ പാഠങ്ങളും ഏറ്റവും ഗംഭീരമായി പഠിച്ച് കഴിഞ്ഞിരിക്കും. ഏറ്റവും ഗംഭീരമായിട്ട്. സോ നമ്മുടെ എയിം എക്കാലവും ബോർഡ് എക്സാം മാത്രമാണ്, ഒരിക്കലും മോഡൽ എക്സാം അല്ല എന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഉറപ്പിക്കാം. മോഡൽ എക്സാം ആവശ്യമുണ്ട്, ഞാൻ ആവശ്യം എന്ന് പറയുന്നില്ല. പക്ഷെ എയിം എന്താണ്? എയിം ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാം. ബോർഡ് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യാം. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം കഴിയുമ്പോൾ ഏറ്റവും ഗംഭീരമായ മാർക്കായിട്ടുള്ള 95% പ്ലസ് മേലെ മാർക്ക് നമ്മൾ വാങ്ങണം. അതായിരിക്കണം നമ്മുടെ എയിം. ആ കാണുന്ന എയിമിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിന് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കാണാം. ഒരു ചെറിയ കാര്യം പോലും സ്കിപ്പ് ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ കുറച്ച് റിയാലിറ്റി നോക്കുന്നു. റിയാലിറ്റീസ് ആത്മാർത്ഥമായി പറയണം, നിങ്ങൾക്ക് പഠിച്ചിട്ടും ഏത് വിഷയമാണ് പൊതുവെ എക്സാമിന് ഡിഫിക്കൽട്ട് ആവാറ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ഗൈസ്, ഓൾവേസ് ഇറ്റ് വിൽ ബി മാത്തമാറ്റിക്സ്. ക്ലാസ് 10 CBSE സംബന്ധിച്ചിടത്തോളം മാത്സ് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് എക്കാലവും ഡിഫിക്കൽട്ട് ആയിട്ട് വരിക. എക്കാലവും അങ്ങനെ തന്നെയാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കും. കുറച്ച് വൃത്തികളുണ്ടല്ലേ, ഞാൻ വൃത്തിയിൽ എഴുതാം മാത്സ്, അത്ര മതി. മാത്തമാറ്റിക്സ്, മാത്സ് മൊത്തം 14 ചാപ്റ്റേഴ്സ്. ഇതാണ് നമുക്ക് മാത്സിന് വേണ്ടി പഠിക്കാനുള്ളത്. ഈ 14 ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി എത്ര ദിവസം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾക്ക് റിവൈസ് ചെയ്യണം. നിർബന്ധമായിട്ടും റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഈ കാണുന്ന ചാപ്റ്റേഴ്സിലെ മാർക്ക് ഒന്നും തന്നെ നമുക്ക് ബോർഡ് എക്സാമിന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് റിവിഷൻ ഇറ്റ് ഈസ് ദി കീ പോയിന്റ് ടു സക്സസ് ആൻഡ് റിവിഷൻ ഇസ് ദി കീ സ്ട്രാറ്റജി ടു ബിൽഡ് ഫുൾ മാർക്ക് ഇൻ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം. സോ ഈ പാഠങ്ങൾ പഠിക്കണം. എത്ര സമയം പഠിക്കണം, എത്ര നേരം പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇങ്ങനെല്ലാം തന്നെ ചോദ്യങ്ങളുണ്ട് മക്കളെ. അതിനു വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് ആരംഭിക്കാം. ഏത് പാഠം ഇനി പഠിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല, ജസ്റ്റ് 1 ഷോർട്ട് റിവിഷൻ. 1 ഷോർട്ട് റിവിഷൻ ആണ് നിങ്ങൾ ഈ നിമിഷം ഇനി മുതൽ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും 1 ഷോർട്ട് റിവിഷൻ കണ്ടുകൊണ്ട് നിങ്ങൾ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ മാത്സിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി പറ്റില്ല. സോ ദെൻ ഏത് വീഡിയോ കാണണം? ആ കാണുന്ന വീഡിയോയിൽ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട വിഷയങ്ങളാണ്: 1, എല്ലാ കോൺസെപ്റ്റുകളും അടങ്ങണം. ഫുൾ കോൺസെപ്റ്റ് ഉണ്ടാവണം. ഫുൾ കോൺസെപ്റ്റ് നിർബന്ധമായിട്ടും. അതിനകത്ത് NCERT ക്വസ്റ്റ്യൻ ഉണ്ടാവണം. അതിനകത്ത് നിർബന്ധമായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം, ഇൻക്ലൂഡിംഗ് 2025 CBSE ബോർഡ് എക്സാം. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കോൺസെപ്റ്റ് ഉണ്ടാകണം, NCERT ക്വസ്റ്റ്യൻസ് ഉണ്ടാകണം, PYQs നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇത്തരത്തിലുള്ള എല്ലാതും ഉണ്ട് എന്ന് നിങ്ങൾ 1 ഷോർട്ട് റിവിഷൻ ഉറപ്പുവരുത്തണം. സോ 14 ഡേയ്സ് ആൻഡ് ഗൈസ്, നമ്മുടെ കയ്യിലുള്ളത് 14 ചാപ്റ്റേഴ്സ്. 14 ഡേയ്സ് ആൻഡ് കയ്യിൽ 14 ചാപ്റ്റേഴ്സ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങള് 14 ഡേയ്സ് എങ്ങനെ 14 ഡേയ്സ് ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? എങ്കിൽ ഞാൻ പറയുന്നു, ഡിസംബർ മാസം ഹാഫ് ആകുമ്പോൾ
നിങ്ങളുടെ മാത്സ് എന്ന് പറയുന്ന തലവേദന മാറിക്കഴിഞ്ഞു. അതിലേക്കുള്ള സ്ട്രാറ്റജിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. 14 days, ജസ്റ്റ് 14 days. എങ്ങനെ ഗൈസ്? നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് മോഡൽ എക്സാമിന്റെ സബ്ജക്ട് ഏതുമായിക്കോട്ടെ അത് നമ്മളെ ബാധിക്കില്ല. നമ്മൾ ഇനിയുള്ള ദിവസം പഠിക്കാൻ വേണ്ടി പോകുന്നത് മാത്സ് മാത്രം, ഓൺലി മാത്സ്. വേറെ ഒരു വിഷയം നമ്മളെന്താണ് പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. SS ഉണ്ട്, സയൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഗൈസ് പേടിക്കണ്ട, നിൽക്കവിടെ, ഞാൻ ബാക്കി പറയാം. നമ്മൾ ഫിക്സ് ചെയ്യുന്നു, നമ്മൾ ഇപ്പോൾ പഠിക്കുന്നതിന് മാത്സ് മാത്രം, ഓൺലി മാത്സ്. ആൻഡ് വി വിൽ ഗീവ് 14 days കംപ്ലീറ്റ്ലി. ഊണിലും ഉറക്കത്തിലും രാവും പകലും എപ്പോഴും ചിന്ത ഒന്ന് മാത്രം, അത് മാത്സ് മാത്രം. വേറെ ഒന്നും ആവരുത്, വേറെ ഒന്നും ആലോചിക്കരുത്. സയൻസ് പഠിച്ചു കഴിഞ്ഞല്ലോ ആലോചിക്കരുത്, SS കഴിഞ്ഞല്ലോ ആലോചിക്കരുത്. ജസ്റ്റ് തിങ്ക് അബൌട്ട് മാത്സ് മാത്രം ആലോചിക്കാം, മാത്സ് മാത്രം. അങ്ങനെയുള്ള 14 days ഞാൻ പറയാൻ വേണ്ടി പോകുന്ന പ്ലാനിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. ഡിസംബർ 1 മുതൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരംഭിക്കുന്നു മാത്സ് മാരത്തൺ. ഇതാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ദി ന്യൂ പ്രോഗ്രാം. എന്താണ് മാത്സ് മാരത്തൺ ഗൈസ്? ശ്രദ്ധിക്കാം. ഡിസംബർ 1 നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മാത്സിലെ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ചാപ്റ്റർ 1. ഒരിക്കലും ചാപ്റ്ററിന്റെ ഓർഡറിലായിരിക്കും പോകുന്നുണ്ടാവുക, ഡിഫിക്കൽട്ടിയുടെ ഓർഡറിലും അതുപോലെ തന്നെ മാർക്കിന്റെ ഓർഡറിലും ഒക്കെ തന്നെ നമ്മുടെ ഈ കാണുന്ന ഫുൾ റിവിഷൻ മുന്നോട്ട് പോവുക. ആൻഡ് ഡിസംബർ 2 നമ്മൾ പഠിച്ചു ചാപ്റ്റർ 2. ഡിസംബർ 3 നമ്മൾ പഠിച്ചു ചാപ്റ്റർ 3. ആൻഡ് ഫൈനലി ഡിസംബർ 4 നമ്മൾ പഠിച്ചു ചാപ്റ്റർ 4. 4 days 4 chapters. ഈ കാണുന്ന ഓരോ ക്ലാസ്സിനകത്ത് മനസ്സിലാക്കണം, ഇതെല്ലാം തന്നെ നൽകാൻ വേണ്ടി പോകുന്നത് 1 short റിവിഷൻ ആണ്. ഇവന്മാരെല്ലാവരും 1 short റിവിഷൻ മാത്രം. അതായത് നിങ്ങൾ ഒരു രാത്രി ഇരിക്കുകയാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ഒരു പാഠം പഠിക്കുന്നു. നെക്സ്റ്റ് രാത്രി അടുത്ത പാഠം, 3ാമത്തെ പാഠം, 4ാമത്തെ പാഠം. 4 രാത്രികൾ 4 പാഠം കഴിഞ്ഞു. ബസ് 4 പാഠം കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കാം, കഴിഞ്ഞ 10 മാസമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് 10 മാസം. മാർച്ച് മാസം ആരംഭിച്ചു, കുറെ സ്കൂൾ ഫെബ്രുവരി മാസം. ഇത്ര മാസമായിട്ട് നമ്മൾ എത്ര പാഠം പഠിച്ചു എന്ന് ചിന്തിക്കാം ഗൈസ്. ഇത്ര മാസം നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചു. ഇനി ഞങ്ങൾ പറയുന്ന പോലെ പഠിക്കൂ പ്ലീസ്, ഞങ്ങൾ പറയുന്ന പോലെ. ഈ 4 ദിവസം നിങ്ങൾ അതിഗംഭീരമായിട്ട് ഫുൾ ടൈം പഠിക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ എല്ലാത്തിന്റെയും 1 shot ഡിവിഷനകത്ത് ഏറ്റവും ഗംഭീരമായിട്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് 1ാമത്തെ പാഠത്തിന് ആവശ്യമുള്ള എല്ലാ കോൺസെപ്റ്റുകളും, അതിനാവശ്യമുള്ള എല്ലാ NCERTയും, അതിനാവശ്യമുള്ള എല്ലാ POയ്ക്കും നമ്മൾ ഡീൽ ചെയ്ത് പഠിക്കും. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന്റെ ഫസ്റ്റ് ചാപ്റ്റർ തീർക്കും. സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ. 4 days 4 chapters. കഴിഞ്ഞോ? ഇല്ല, കാരണം 14 chapters ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 4 day കഴിഞ്ഞാൽ എനിക്കറിയാം, നമ്മൾക്കറിയാം, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറെ കാര്യങ്ങൾ മറക്കും. മറവി. ഞാൻ പഠിച്ചു, പക്ഷെ ഞാൻ മറക്കുന്നു. ഞാൻ പഠിച്ചു, എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതാണ് നിങ്ങൾ പറയാം അല്ലേ? നാളെ ചോദിക്കേ, ബോർഡ് എക്സാം പഠിക്കുന്നു, മോഡൽ എക്സാം പഠിക്കുന്നു, ഞാൻ പഠിച്ചു, എക്സാം ഹാളിലെത്തി, ക്വസ്റ്റ്യൻ കണ്ടു, മറന്നുപോയി. എന്തു ചെയ്യും? അതിനുള്ള പോകാൻ വഴിയാണ് മക്കളെ നിങ്ങൾക്കുള്ള 5ാം തീയതി, ഡിസംബർ 5ാം തീയതി നമ്മൾ ചെയ്യും നമ്മളുടെ PYQ സീരീസ്. സോ ഡിസംബർ 1, 2, 3, 4 4 പാഠം പഠിച്ചു. ഈ കാണുന്ന 4 പാഠത്തിന്റെ PYQ സീരീസ് ഡിസംബർ 5ാം തീയതി. ഈ 4 പാഠത്തിലെയും CBSE ബോർഡ് എക്സാമിന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ഡിസംബർ 5ാം തീയതി. 4 പാഠത്തിന്റെയും ക്വിക്ക് റിവിഷൻ നടക്കാൻ വേണ്ടി പോകുന്ന ദിവസം ഡിസംബർ 5ാം തീയതി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചു ഒരു ചാപ്റ്റർ, ആൻഡ് ദെൻ ഒരു 4 ദിവസം ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? അത് വീണ്ടും റിവൈസ് ചെയ്തു. എന്തിനാ? വീണ്ടും ഓരോ കോൺസെപ്റ്റും നമ്മുടെ ഉള്ളിൽ ഉറച്ചോന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾ പരിശോധിക്കണം. ഈ കാണുന്ന ലൈവ് കാണുമ്പോൾ ഒരു വിദ്യാർത്ഥി പോലും ഒരു ചോദ്യം പോലും ആൻസർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പാടില്ല. കാരണം നമ്മൾ അത്രമേൽ ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ച് മുന്നോട്ട് വരുന്നു. ഇൻ കേസ്
ഏതെങ്കിലും 1-2 ചോദ്യം മറന്നാലും പ്രശ്നമല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനാണ് ഈ കാണുന്ന റിവിഷൻ പോലത്തെ PYQ സീരീസ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഡിസംബർ 5-ാം തീയതി. ഗൈസ്, ഞാൻ കുറച്ചും കൂടി പ്ലാൻ എന്ത് ചെയ്യാം വേഗത്തിൽ പറയാം. എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മൾ മാത്സ് നിർത്തി കഴിഞ്ഞാൽ മാത്സിനെ മൊത്തം 4 മൊഡ്യൂളാക്കി, 4 മൊഡ്യൂൾസ്. അതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 4 ചാപ്റ്റേഴ്സ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വീണ്ടും 4 ചാപ്റ്റേഴ്സ്. തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 3 ചാപ്റ്റേഴ്സ്. ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ വീണ്ടും 3 ചാപ്റ്റേഴ്സ്. മൊത്തം ആഡ് ചെയ്യുമ്പോൾ ഗൈസ് യു വിൽ ഗെറ്റ് 14 ചാപ്റ്റേഴ്സ്. സോ 14 ചാപ്റ്റേഴ്സിനെ ഞാൻ മൊത്തം 4 മൊഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്തു. 4 + 4 + 3 + 3 which means ഈ കാണുന്ന 4 ചാപ്റ്റേഴ്സിന് വേണ്ടി 4 ലൈവ്സ്, 4 1 ഷോട്ട് ലൈവ് ക്ലാസ്സുകൾ, 4 ലൈവ് ക്ലാസ്സുകൾ, 4 1 ഷോട്ട് റിവിഷൻ ക്ലാസ്സുകൾ. You will get 4 1 shot revision. 4 1 shot revision. 1 shot. ഈ പറയുന്ന 4 1 shot revision 4 പാഠം നമ്മൾ റിവൈസ് ചെയ്ത് ഇതേപോലെ പഠിച്ചു കഴിഞ്ഞു. ഓക്കേ ഗൈസ്, ഈ കാണുന്ന പോലെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യും? ഓരോ പാഠം പഠിച്ച് ഏറ്റവും ഗംഭീരമായി പോയി 5-ാമത്തെ ദിവസം PYQ സീരീസ് പറഞ്ഞല്ലോ. ദി 5th ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇവിടെ PYQ സീരീസ് ഇതിന്റെ കമ്പൈൻ ചെയ്തുകൊണ്ട് PYQ സീരീസ്. ഇവിടെയും അങ്ങനെ തന്നെ നമ്മൾ 4 പാഠം പഠിക്കും. 4 1 shot revision. ഇത് കമ്പൈൻ ചെയ്തുകൊണ്ട് PYQ സീരീസ്. ഇവിടെയും അങ്ങനെ തന്നെ 3 ചാപ്റ്റേഴ്സ്, 3 1 shot revision, 3 1 shot കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു PYQ സീരീസ്. ആൻഡ് ഫൈനലി അവസാനം അങ്ങനെ തന്നെ 3 1 shot അതിന്റെ കറസ്പോണ്ടിങ്ങിലെ PYQ സീരീസ്. അതായത് ഡിസംബർ 1 മുതൽ 4 വരെ 1 shot revision. ഡിസംബർ 5-ാം തീയതി ആദ്യത്തെ 4 പാഠത്തിന്റെ PYQ സീരീസ്. ഡിസംബർ 6 മുതൽ 9 വരെ അടുത്ത 4 പാഠങ്ങൾ. 6-ാം തീയതിയും 7-ാം തീയതിയും 8-ാം തീയതിയും 9-ാം തീയതിയും 4 ദിവസങ്ങൾ 4 പാഠങ്ങൾ ഗംഭീരമായി പഠിക്കുന്നു. ഡിസംബർ 10th ഈ 4 പാഠത്തിന്റെ PYQ സീരീസ്. ഓക്കെ, ഡിസംബർ 11th 12th 13th നമ്മൾ അടുത്ത 3 പാഠം പഠിക്കുന്നു. ഡിസംബർ 14th ഈ 3 പാഠത്തിന്റെ PYQ സീരീസ്. ആൻഡ് അവസാനമായിട്ട് ഡിസംബർ 15 16 17 ലാസ്റ്റ് 3 പാഠം പഠിക്കുന്നു. അതിന്റെ 3 1 ഷോട്ടിന് ശേഷം അവസാനമായിട്ട് ഡിസംബർ 18th അതിന്റെ PYQ സീരീസ്. സോ ടോട്ടലി 14 ചാപ്റ്റേഴ്സ് ആൻഡ് വി വിൽ ടേക്ക് 18 ഡേയ്സ്. എന്തിനാണ് 18 ഡേയ്സ്? വേറെ ഒന്നുമല്ല, 4 പാഠം പഠിച്ചു അതിന്റെ റിവിഷൻ, വീണ്ടും 4 പാഠം പഠിച്ചു അതിന്റെ റിവിഷൻ, വീണ്ടും 3 പാഠം പഠിച്ചു അതിന്റെ റിവിഷൻ, വീണ്ടും 3 പാഠം പഠിച്ചു അതിന്റെ റിവിഷൻ. അതായത് നിങ്ങൾ ഈ കാണുന്ന ഗ്യാപ്പിനകത്ത് ഓരോ പാഠം പഠിക്കാൻ വേണ്ടി പോകുന്നത് ബേസിക്കലി 2 times ആണ്, 2 വട്ടം. അതാണ് മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത്. ഇങ്ങനെ തന്നെ പഠിക്കുകയാണെങ്കിൽ ടോട്ടൽ 18 ഡേയ്സ്. 18 ഡേയ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ തലവേദന മാത്സ് കഴിഞ്ഞു. ഇനി മാത്സിനെ പറ്റി ഒരാൾ പോലും ചിന്തിക്കരുത്. മാത്സ് മാറ്റിവെക്കുക. മാത്സ് നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കിട്ടാൻ വേണ്ടി പോകുന്ന കോൺഫിഡൻസ് അത് ചെറുതല്ല. നിങ്ങൾ എല്ലാവരും നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അത് തന്നെയാണ്. വേറൊന്നുമല്ല, മാത്സ് എക്സാം ആണ്. ഫസ്റ്റ് എക്സാം, ആദ്യ പരീക്ഷ February 17th. മാത്സ് എക്സാം ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ബാക്കി എല്ലാ എക്സാംസ് നമുക്ക് എന്താണ്? ടെൻഷൻ ആയിരിക്കും. അയ്യോ, മാത്സ് പോലെ ആവുമോ, എനിക്ക് എക്സാം ഡിഫിക്കൽട്ട് ആകുമോ, ടെൻഷൻ എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഫസ്റ്റ് എക്സാം മാത്സ് ഈസി ആയി പോയി, വളരെ ഈസി, വളരെ കൂൾ എഴുതാൻ പോയി. സെക്കൻഡ് എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരിക്കും? ചെറുതായിരിക്കും. ഗൈസ്, കോൺഫിഡൻസ് മാറ്റേഴ്സ്. എക്സാം ഹാളിൽ നമുക്ക് നമ്മൾ പഠിച്ചത് ഓർമ്മ വരണമെങ്കിൽ അത് ചെറിയ സംഭവമല്ല, അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ മാത്സ് എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവത്തിനെ വളരെ കൂളായി 14 ഡേയ്സ് കൊണ്ട് 14 1 ഷോട്ട് റിവിഷൻ വെച്ചുകൊണ്ട് ടോട്ടൽ 18 ഡേയ്സ് കൊണ്ട് അതിന്റെ റിവിഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സോ ഗൈസ്, മാത്സ് കഴിഞ്ഞു എന്ന് ഡിസംബർ 18th. ഡിസംബർ 19 നമ്മൾ നമ്മുടെ അടുത്ത സബ്ജക്ട് എടുക്കും. ഹേയ്, ഇനി ഏത്? നിർബന്ധമായിട്ട് നിങ്ങൾ ഡിസംബർ മാസം പഠിക്കുന്നത് 2 വിഷയമാണ്. 2 വിഷയം. ഒന്നേതാ? ഒന്ന് മാത്സ് കഴിഞ്ഞു,
And then guys, obviously it's science. ഇനി പഠിക്കേണ്ടത് സയൻസ് ആണ്. അപ്പോൾ ഡിസംബർ 19 സയൻസിനകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള വിഷയം അത് ബയോളജിയാണ്. മൊത്തം 5 പാഠം, 5 ചാപ്റ്റേഴ്സ്. 19, 20, 21, 22, 23. മൊത്തം ബയോളജിയിൽ 5 പാഠങ്ങളുണ്ട്. സോ ചാപ്റ്റർ 1 ഓൺ ഡിസംബർ 19th, ഡിസംബർ 20th ചാപ്റ്റർ 2, ഡിസംബർ 21 നമ്മൾ ചാപ്റ്റർ 3 ഡീൽ ചെയ്യും, ഡിസംബർ 22 നമ്മൾ ചാപ്റ്റർ 4 ഡീൽ ചെയ്യും, ആൻഡ് ഡിസംബർ 23 നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ 5 ഡീൽ ചെയ്യും. സോ ഡിസംബർ 25 ആകുമ്പോൾ നമ്മൾ എന്താവും, 23 ആകുമ്പോൾ നമ്മൾ എന്താവും, നമ്മൾ 5 പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞു. 5 പാഠങ്ങൾ നമ്മൾ എന്താണ് പഠിച്ചു കഴിഞ്ഞു ബയോളജിയിൽ. 5 പാഠങ്ങൾ. 24-25 ക്രിസ്മസ് മാറ്റി വെച്ചോ. ആഘോഷങ്ങൾ നിർബന്ധമായിട്ടും വേണം. നിർബന്ധമായിട്ടും എല്ലാവരും ക്രിസ്മസ് എല്ലാം തന്നെ ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ ആഘോഷിക്കണം. ഒരു കുഴപ്പമില്ല കാര്യത്തിൽ. ആഘോഷങ്ങളെല്ലാം വേണം. 24-25 മാറ്റി വെച്ചു. ക്രിസ്മസ് ആഘോഷിക്കാൻ പോയി, പിന്നെ അതിന്റെ പിന്നാലെ അങ്ങനെയാവരും. 2 ദിവസം നമ്മൾ എന്ത് ചെയ്തു, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം പഠിക്കാൻ നമ്മൾ തന്നെ ബാധ്യസ്ഥരാണ്. നേരെ ബയോളജിയിലത്തെ 5 പാഠവും 1 ഷോർട്ട് റിവിഷനിലൂടെ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. 1 ഷോർട്ട് റിവിഷൻ. ആൻഡ് ദെൻ ഗൈസ്, ബയോളജി മൊത്തമായിട്ടുള്ള എല്ലാ പാഠവും പഠിച്ചു. ബയോളജിയുടെ റിവിഷൻ ക്ലാസ്, ബയോളജിയുടെ PYQ സീരീസ്. ഇന്ന് 24-25 ലീവ്, 26-12. സോ ഡിസംബർ 26 ആകുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ സയൻസിലെ വിഷയമായിട്ടുള്ള ബയോളജി പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു മാത്രമല്ല, അതിന്റെ റിവിഷനും കഴിഞ്ഞു. അതാണ് ഇതിന്റെ ബ്യൂട്ടി. കഴിഞ്ഞോ? ഇല്ല. അടുത്തേക്ക് പോകുന്നു. നമ്മൾ നേരെ പോകുന്നതിന് ഫിസിക്സിലേക്കാണ്. ഡിസംബർ ഇപ്പോൾ 26 ആണെങ്കിൽ 27-28 മൊത്തം നമുക്കറിയാം 4 ചാപ്റ്റേഴ്സ് ആണ് ഫിസിക്സിലുള്ള. 4 ചാപ്റ്റേഴ്സ്. അതിനുവേണ്ടി ഡിസംബർ 27, ഡിസംബർ 28, ഡിസംബർ 29 ആൻഡ് ഡിസംബർ 30. ഇങ്ങനെ മൊത്തം മക്കളെ നമുക്ക് 4 days 4 ചാപ്റ്റേഴ്സ് ഗംഭീരമായി 4 പാഠങ്ങൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഗംഭീരമാക്കി മാറ്റും. ഡിസംബർ 31 നമുക്കറിയാമായിരിക്കും, ന്യൂ ഇയർ ആവാൻ വേണ്ടി പോകുന്നു. അതും കുറെ ആഘോഷങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ആഘോഷിക്കും. ന്യൂ ഇയർ ആവാൻ വേണ്ടി പോകുന്നു. ഞാൻ പറഞ്ഞു, എൻജോയ്മെന്റ് ഇറ്റ്സ് മസ്റ്റ് ഫാക്ടർ. പ്രഷർ നമുക്ക് എന്താണ് റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആഘോഷിക്കണം. ആഘോഷവും കുഴപ്പമില്ല. പക്ഷേ 1-ാം തീയതി ജനുവരി 1 എല്ലാവരും എടുക്കാൻ വേണ്ടി പോകുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഗംഭീരമായി പഠിക്കും. ഞാൻ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് അടിക്കും. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ആ കാണുന്ന റെസൊല്യൂഷൻ എടുക്കേണ്ട ദിവസം ജനുവരി 1 അല്ല, ഡിസംബർ 1-ാം തീയതിയാണ്. ഡിസംബർ 1 നിങ്ങൾ തീരുമാനിക്കുന്നു, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും. ഒരു ദിവസം പോലും ഞാൻ വെറുതെ കളയില്ല. ആഘോഷിക്കുന്ന സമയത്ത് ആഘോഷിക്കും, ബാക്കി എല്ലാ സമയവും പഠനം. ഇത്ര കാലം ഒന്നും പഠിച്ചില്ല, പക്ഷേ ഇനി ഞാൻ പഠിക്കും. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ എത്ര വരെ എത്തി എന്ന് ആരും നോക്കില്ല. ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം കഴിയുമ്പോൾ മാർക്ക് ഷീറ്റ് വരുമ്പോൾ മാത്രമാണ് ആൾക്കാർ പറയാ, യെസ് ഇവൻ പഠിച്ചിരുന്നു, ഇവൻ പഠിച്ചിരുന്നില്ല എന്ന്. ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്താണെന്ന് കണ്ടുകൊണ്ട് ഒരാൾ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോയില്ല. നിങ്ങൾ പഠിക്കാം. ചിലർ പറയും, നീ പഠിക്കൂല, നിനക്ക് മാർക്ക് കിട്ടൂല എന്ന് പറയും. പേടിക്കണ്ട, വിട്ടുകളഞ്ഞോ. അവരെന്താ വെച്ചാൽ പറയട്ടെ. അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം നമ്മൾ ആരാണെന്ന്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. നമ്മൾ പഠിക്കില്ല, നിങ്ങൾക്ക് കാര്യമില്ല, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കില്ല എന്നെല്ലാം തന്നെ പറയുന്ന ഒരുപാട് നെഗറ്റീവ് പറയുന്ന ചുറ്റുമുള്ള ആൾക്കാരാണ് നമുക്ക് ഉണ്ടാവുക. അവരെ നമ്മൾ കാണിച്ചു കൊടുക്കും, ഗൈസ് നമ്മൾ ആരാണെന്ന്. അതിനുള്ള സമയമായി കഴിഞ്ഞു. നിങ്ങൾ ആ കാണുന്നവർക്ക് വേണ്ടിയുള്ള മറുപടി, നിങ്ങളുടെ ഭാവി സേഫാക്കുക, പാരന്റ്സിനുള്ള സപ്പോർട്ട്. നിങ്ങൾ ആലോചിക്കേ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും A1. നിങ്ങളുടെ പാരന്റ്സ് എത്ര ഹാപ്പിയാവും. അത് കാരണം കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു ആനന്ദമുണ്ട് ഗൈസ്, ആനന്ദം. അത് നിങ്ങൾക്ക് വേറെ എന്ത് ലഭിക്കില്ല. മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ത്രില്ലുണ്ടല്ലോ, അത് ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്താലോ ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട്
പഠിക്കാൻ വേണ്ടി തയ്യാറാണ് നമ്മൾ. ഈ കാണുന്ന 4 ദിവസം ഡിസംബർ 30 ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു? ഫിസിക്സിന്റെ എല്ലാ പാഠവും പഠിച്ച് ജനുവരി 1 നമ്മൾ ഫിസിക്സിന്റെ PYQ സീരീസ്. നിങ്ങൾ ആലോചിക്ക, ജനുവരി 1 ആകുമ്പോഴേക്കും നമ്മൾ എന്തായി? നമ്മൾ ഗൈസ് ഫിസിക്സും കഴിഞ്ഞു. 2, 3, 4, 5 January 1, January 2nd, January 3rd, January 2nd, January 3rd, January 4th and January 5th. 4 ദിവസം കെമിസ്ട്രി കഴിഞ്ഞു. ജനുവരി 6ന് കെമിസ്ട്രിയുടെ PYQ സീരീസ്. മാത്സും കഴിഞ്ഞു, സയൻസും കഴിഞ്ഞു. ഇന്ന് ജനുവരി 6 ആകുമ്പോൾ അതും ഒരു വട്ടമാണോ? അല്ല, 2 വട്ടം. എങ്ങനെ? ഒരു വട്ടം 1 ഷോട്ട് റിവിഷൻ, അതിനകത്ത് നമ്മൾ എല്ലാ കോൺസെപ്റ്റും പഠിക്കും. അതിനകത്ത് നമ്മൾ NCERT ക്വസ്റ്റ്യൻ പഠിക്കും. അതിനകത്ത് നമ്മൾ PYQs പഠിക്കും. ഇതിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ വീണ്ടും PYQ സീരീസുമായിട്ട് വരുന്നു. വീണ്ടും ഒരുപാട് ചോദ്യങ്ങളുമായി ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യുന്ന സെക്കൻഡ് ടൈം റിവിഷനുമായിട്ട്. ഇങ്ങനെ നമ്മൾ ജനുവരി 6 ആകുമ്പോഴേക്കും, Jan 6 ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കംപ്ലീറ്റ് മാത്സ് ആൻഡ് സയൻസ് കോൺസെപ്റ്റ് വൈസ് പഠിക്കേണ്ട 2 വിഷയങ്ങളും പഠിച്ച് തീർത്ത് കഴിഞ്ഞു. ഇനി ഏതാ ബാക്കി? SS-ഉം ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും. എന്താ ഗൈസ്, ഇനിയുള്ളൊരു 16 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ്ലി SS-ന് വേണ്ടി മാറ്റിവെക്കുന്നു. 16 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പോളിറ്റി 4 വിഷയങ്ങളിലെ എല്ലാ പാഠങ്ങളും ഏറ്റവും ഗംഭീരമായി നിങ്ങൾ പഠിപ്പിച്ചതെന്ന് ഞങ്ങൾ അതിന്റെ PYQ സീരീസ് നടത്തി SS-നകത്ത് ഫുൾ മാർക്ക് ഉറപ്പിക്കും, 100%. പിന്നെ വരുന്നത് ഇംഗ്ലീഷ്. അതിന്റെ ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ നമ്മുടെ റെക്കോർഡ് കോണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആ കാണുന്ന റെക്കോർഡ് കോണ്ടന്റ്സ് കാണുക. അതുമല്ലെങ്കിൽ ആ സമയമാകുന്ന മതിയ വീണ്ടും ഗ്രാമർ ക്ലാസ്സുകൾ ആയിക്കോട്ടെ, റെക്കോർഡ് കോണ്ടന്റ്സ് ഓരോ ചാപ്റ്ററിന്റെയും സമ്മർ ആയിക്കോട്ടെ, നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷും കൂടി പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ആൻഡ് CBSE ബോർഡ് എക്സാം സേഫായി. ഞാൻ പറയുകയാണെങ്കിൽ ജനുവരി 6 വരെ നിങ്ങൾ ഈ കാണുന്ന പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ തന്നെ 90% നിങ്ങൾ ഈ പ്ലാനിൽ സക്സസ് ആയി കഴിഞ്ഞു. 90% നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ അത് 95% മേലെയായിരിക്കുന്നു. പക്ഷെ ഗൈസ്, ഈ കാണുന്ന അടുത്ത ഡിസംബർ മാസവും ജനുവരി മാസവും നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വിട്ടുവീഴ്ച കൂടാതെയും എല്ലാ ക്ലാസ്സുകളും കാണണം. ഈ കാണുന്ന എല്ലാ ക്ലാസ്സുകളും ലഭിക്കാൻ വേണ്ടി പോകുന്നത് സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ചിലായിരിക്കും. സൈലത്തിന്റെ പുതിയ ബാച്ചാണ്. അസ്ത്രമക്കുക എല്ലാവർക്കും തന്നെ സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച് 100% ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ 9995400800 ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്യുക. എത്ര വേഗം സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച് ജോയിൻ ചെയ്യുക. നമ്മൾ തകർത്ത് ക്ലാസ് ആൻഡ് CBSE ബോർഡ് എക്സാം നമ്മൾ ഏറ്റവും ഗംഭീരമാക്കി മാറ്റുന്നതായിരിക്കും. നോ ഡൗട്ട് ഇൻ ഇറ്റ്, നോ ഡൗട്ട്. ഇത് ഇത്തരം സ്ട്രാറ്റജി നിങ്ങൾക്ക് എവിടെയും കാണാൻ വേണ്ടി സാധിക്കില്ല, എവിടെയും ഈ ഒരു സ്ട്രാറ്റജി. ഇനി ഒന്നുകൂടി പറയാനുണ്ട്, വേറൊന്നുമല്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്സ് പഠിച്ചു, 14 ഡേയ്സ് മാത്സ്. ഞാൻ പറഞ്ഞു 4 മൊഡ്യൂൾസ് ഡിവൈഡ് ചെയ്തു, 14 ഡേയ്സ് മാത്സ് പഠിച്ചു. ഈ സമയം നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പാടില്ല, അയ്യോ സയൻസ് ഞാൻ പഠിച്ചില്ലല്ലോ, അയ്യോ SS. ചിന്തിക്കരുത്, ചിന്തിക്കാനേ പാടില്ല. മനസ്സിൽ ഒന്ന് മാത്രം, അത് മാത്തമാറ്റിക്സ്. നമ്മൾ 14 ദിവസം പ്ലസ് 4 ഡേയ്സ് റിവിഷൻ PYQ സീരീസ്, അതുകൊണ്ട് മാത്സ് ഗംഭീരമാക്കാൻ പോവാം. നിങ്ങൾ എത്രയോ കാലം ഇരുന്ന് പഠിച്ച് കഴിഞ്ഞ 10 മാസം പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇവിടെ 18 ഡേയ്സ് കൊണ്ട് നമ്മൾ ഗംഭീരമാക്കി റിവൈസ് ചെയ്ത് ടോപ്പായി മാറാൻ വേണ്ടി പോകുന്നത് എന്നത്. അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്. ഈ നിമിഷം നമ്മൾ മാത്സ് ക്രാക്ക് ചെയ്യുമെന്ന് ചിന്തിക്കാം. ഈ നിമിഷം ഒരാൾ പോലും അയ്യോ മോഡൽ എക്സാമിന് മാർക്ക് കുറയുമല്ലോ എന്ന് ചിന്തിക്കരുത്. ഈ നിമിഷം എന്ത് ചെയ്യുക? നിങ്ങൾ മാത്സ് ക്രാക്ക് ചെയ്തുകൊണ്ട് ജനുവരി മാസം നടക്കാൻ വേണ്ടി പോകുന്ന മോഡൽ എക്സാമിനകത്ത് മാത്സിനകത്ത് ഫുൾ മാർക്ക് നേടും. സയൻസിനകത്ത് നമ്മൾ 90% മാർക്ക് മേലെ നേടും എന്നാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. അതാണ് നിങ്ങൾ കാണേണ്ട സ്വപ്നം. ആൻഡ് ക്ലാസ് ആൻഡ് CBSE ബോർഡ് എക്സാം കഴിയുമ്പോൾ എല്ലാ വിഷയത്തിലും 95% മേലെ മാർക്ക്, അതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. ആ കാണുന്ന സ്വപ്നമാണ് നിങ്ങളുടെ ഉറക്കം കളയേണ്ടത്. അതായിരിക്കണം. അല്ലാതെ ടെൻഷൻ അടിച്ചല്ല. ടെൻഷൻ കാണിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സാറേ എന്ന് പറയും, മാറ്റി വെച്ചോ, കുഴപ്പമില്ല, അത് വേണ്ട, അതുകൊണ്ട് ഒരു യൂസും ഇല്ല. ഒരു വല്ല യൂസ് ഉണ്ടോ? ഒരു യൂസും ഇല്ല. ടെൻഷൻ അടിച്ച് ഉറങ്ങാൻ പറ്റില്ല, യൂസ് ഉണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ സ്വപ്നം ക്ലാസ് 10 കഴിയുമ്പോൾ ഗംഭീരമായ മാർക്ക്, എല്ലാവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ആ ഒരു ഗട്സ്, അത് നമുക്ക് ഉണ്ടാവണം. അതിന് മാർക്ക് അത്യാവശ്യം തന്നെയാണ്.
എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായി പഠിക്കുക. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ക്ലാസ് ആൻഡ് CBSE ബോർഡ് എക്സാം നമ്മൾ തർക്കും. ഏറ്റവും ഗംഭീരമായി നമ്മൾ ക്ലാസ് ആൻഡ് CBSE ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. സോ ഗൈസ്, ടാർഗറ്റ് ഒന്ന് മാത്രം, 95% പ്ലസ്. ബൈ. സൈനിങ് ഓഫ് അഫ്നാസ്. താങ്ക് യു.